ടെഹ്റാനിൽ പശ്ചിമേഷ്യയിൽ സംഘർഷം ശക്തമായി തുടരുന്നതിനിടെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യഘട്ട വൈദ്യസഹായം ഇറാനിലെത്തി. ഇന്ത്യയിലെ ജനങ്ങൾ നൽകിയ ഈ സഹായത്തിന് ഇറാൻ എംബസി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയിലെ ഇറാനിയൻ എംബസിയാണ് സഹായം കൈമാറിയ വിവരം ഔദ്യോഗികമായി അറിയിച്ചത്. ഇന്ത്യയിലെ ജനങ്ങളിൽ നിന്നുള്ള മെഡിക്കൽ സഹായം ഇറാനിയൻ റെഡ് ക്രസന്റ് സൊസൈറ്റിക്ക് ലഭിച്ചതായും ഈ ദുഷ്കരഘട്ടത്തിൽ പിന്തുണ നൽകിയ ഇന്ത്യയിലെ ജനങ്ങളോട് തങ്ങൾ ആത്മാർത്ഥമായി കടപ്പെട്ടിരിക്കുന്നുവെന്നും എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് US-ഇസ്രായേൽ സഖ്യം നടത്തിയ വ്യോമാക്രമണത്തോടെയാണ് നിലവിലെ സംഘർഷത്തിന് തുടക്കമായത്. 3-ാം വാരത്തിലേക്ക് കടന്ന യുദ്ധത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടത് സാഹചര്യത്തെ കൂടുതൽ രൂക്ഷമാക്കി. തുടർന്ന് ഇറാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ തിരിച്ചടി ആക്രമണങ്ങൾ നടത്തി. ഇതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി വ്യാപിച്ചു. ഇത് ആഗോളതലത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഹോർമുസ് കടലെടുക്കു വഴിയുള്ള വാണിജ്യ ഗതാഗതം വലിയ തോതിൽ തടസ്സപ്പെട്ടിട്ടുണ്ട്. ലോകത്തിലെ അസംസ്കൃത എണ്ണയും ദ്രവീകൃത പ്രകൃതിവാതകവും വലിയ അളവിൽ കടന്നുപോകുന്ന ഈ പാതയിലെ തടസ്സം മൂലം ഇന്ധനവിലകൾ ഉയരാൻ തുടങ്ങി. കൂടുതൽ വാർത്തകൾക്കായി എൻ്റെ നാട് വാർത്താ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ. 8929622842